വെൽക്കം ബാക്ക് ടു C++ കോഴ്സ്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതായത് നമ്മുടെ കൺസ്ട്രക്ടറിലേക്ക് നമുക്ക് പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യാനും അത് ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് യൂസ് ചെയ്യാനും സാധിക്കും. ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ക്ലാസ്സിൻ്റെ പേര് സ്റ്റുഡൻറ്റ് എന്നാണ്. നമുക്ക് സ്റ്റുഡൻറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റുഡൻറ്റ് ഇതിനുള്ളിൽ എനിക്ക് ഒരു മെത്തേഡ് വേണം. അതിനായിട്ട് പബ്ലിക് ആക്സസ് സ്പെസിഫയർ നൽകുന്നു. അതിനുശേഷം ഞാനൊരു മെത്തേഡ് നൽകുന്നു. void print data എന്നാണ് ആ മെത്തേഡിൻ്റെ പേര്. കൂടാതെ എനിക്ക് ആ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പറും നെയിമും വേണം. അതിനായിട്ട് ഇൻറ്റ് റോൾ അണ്ടർസ്കോർ നമ്പർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ സ്റ്റുഡൻറ്റിൻ്റെ നെയിമും എനിക്ക് വേണം. അതിനുവേണ്ടി സ്റ്റുഡൻറ്റ് നെയിമും നൽകുന്നു. ഇനി എൻ്റെ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യണം. ആ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് എന്ത് വേണം? പാരാമീറ്റേഴ്സ് വേണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റുഡൻറ്റ് എന്ന് കൊടുക്കുന്നു അല്ലേ. സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്ത ശേഷം അതിനുള്ളിൽ എന്ത് ചെയ്യുന്നു? ഇൻറ്റ് റോൾ റോൾ എന്നാണ് ഞാൻ കൊടുക്കുന്നത്. റോൾ കോമ സ്ട്രിങ് നെയിം എന്ന് കൊടുക്കുന്നു. നെയിം എന്ന് കൊടുക്കുന്നു. ഓക്കെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വേരിയബിളിലേക്ക് ഞാൻ ഈ പാരാമീറ്ററായിട്ട് പാസ് ചെയ്ത വേരിയബിൾസിനെ അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് റോൾ നമ്പർ ഈസ് ഈക്വൽ ടു റോൾ എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഞാൻ നെയിമായിട്ട് കൊടുത്തിരിക്കുന്നത് നെയിം ഈക്വൽസ് നെയിം എന്ന് നൽകുന്നു. ഓക്കെ. ഇനി ഞാൻ ഒരു എന്താണ് ഔട്ട്സൈഡ് ദ ക്ലാസ്സിൽ ഞാൻ എൻ്റെ പ്രിൻ്റ് ഡാറ്റ എന്ന് പറയുന്ന മെത്തേഡിനെ ഡെഫിനിഷൻ നൽകാനായിട്ട് പോവുകയാണ്. സ്റ്റുഡൻറ്റ് ക്ലാസ് നെയിമാണ്. അതിനുശേഷം സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, ദെൻ പ്രിൻ്റ് ഡാറ്റ ഓപ്പൺ ചെയ്യുന്നു. ദെൻ അതിൽ ഞാൻ സ്റ്റുഡൻറ്റിൻ്റെ പാസ് ചെയ്യുന്ന ഡാറ്റ പ്രിൻ്റ് ചെയ്യാനായിട്ടുള്ള മെസ്സേജ് നൽകുന്നു. അതായത് എനിക്ക് ആ പ്രിൻ്റ് ചെയ്ത് കാണണം, എന്തൊക്കെയാണ് സ്റ്റുഡൻറ്റിൻ്റെ നെയിമും റോൾ നമ്പറും പ്രിൻ്റ് ചെയ്ത് കാണണം. അതിനുവേണ്ടി ഞാനിവിടെ cout സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നു. cout നെയിം എന്ന് കൊടുക്കുകയാണ്. എനിക്ക് സ്റ്റുഡൻറ്റിൻ്റെ നെയിം പ്രിൻ്റ് ചെയ്ത് കിട്ടണം. അതിനുവേണ്ടി ഞാൻ സ്റ്റുഡൻറ്റ് നെയിം എന്ന് കൊടുക്കുന്നു. സ്റ്റുഡൻറ്റ് നെയിം. അതിനുശേഷം ഞാൻ എന്ത് നൽകണം? എൻ്റെ നെയിം എന്ന് പറയുന്ന ആ വേരിയബിളിനെ ഞാൻ കോൾ ചെയ്യുന്നു. അതിനുശേഷം എൻ്റർ കൊടുക്കുന്നു. ഓക്കെ. cout സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പറും കൂടെ പ്രിൻ്റ് ചെയ്ത് ലഭ്യമാകണം. അതിന് സ്റ്റുഡൻറ്റ് റോൾ നമ്പർ എന്ന് കൊടുക്കുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഞാൻ മെയിൻ ഫംഗ്ഷനിൽ വരുന്നു. അതിനുശേഷം ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റുഡൻറ്റ് എന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം പാരന്തസിസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ. പാരന്തസിസ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് എന്തിനാണ്? അതായത് ഇതിൻ്റെ അകത്ത് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യണം. അതായത് ഇതിലേക്ക് വരുന്ന ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്? അതായത് എൻ്റെ വാല്യൂ ആണ്. സ്റ്റുഡൻറ്റ് നെയിം ഉണ്ട്, അതുപോലെ തന്നെ റോൾ നമ്പർ ഉണ്ട്. അപ്പോൾ റോൾ നമ്പറായിട്ട് ഞാനിവിടെ ഒരു 56 എന്ന് കൊടുക്കുന്നു. നെയിമായിട്ട് എൻ്റെ പേര് കൊടുക്കുന്നു. ഓക്കെ. ദെൻ സെമിക്കോളൻ. ഇത്രയും മാത്രം കൊടുക്കുന്നു. ഇത് മാത്രം കൊടുത്തുകൊണ്ട് കാര്യമില്ല. എന്ത് ചെയ്തു? ഇതിപ്പോൾ അസൈൻമെൻറ്റ് മാത്രമാണ് നടന്നിരിക്കുന്നത്. ഇനി എന്താണ് അതിൻ്റെ അകത്ത് വേണ്ടത്? അതായത് എനിക്ക് പ്രിൻ്റ് ഡാറ്റ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ അല്ലെങ്കിൽ മെത്തേഡ് വർക്ക് ചെയ്യണം. ഓക്കെ. അതിനായിട്ട് എന്ത് ചെയ്യണം? എൻ്റെ ഒബ്ജക്റ്റ് നെയിം യൂസ് ചെയ്യണം. ഒബ്ജക്റ്റ് നെയിം സ്റ്റുഡൻ്റ് ആണ്. സ്റ്റുഡൻറ്റ് ഡോട്ട് പ്രിൻ്റ് ഡാറ്റ എന്ന് കോൾ ചെയ്യണം. പ്രിൻ്റ് ഡാറ്റ എന്ന് കോൾ ചെയ്യുന്നു. ഓക്കെ. നമുക്ക് സേവ് ചെയ്യാം. അതിനുശേഷം ബിൽഡ് ചെയ്യാം. ഓക്കെ. നമുക്ക് റൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും സ്റ്റുഡൻറ്റ് നെയിമായിട്ട് നിക്കിൻ എന്ന് വന്നിരിക്കുകയാണ്. സ്റ്റുഡൻറ്റ് റോൾ നമ്പർ എന്ന് പറയുന്നത് 56 വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ കൺസ്ട്രക്ടർ ഇതാണ് അല്ലേ. അപ്പോൾ ഈ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് രണ്ട്
പാരാമീറ്റേഴ്സുകളാണ് നമ്മളിവിടെ നൽകിയിട്ടുള്ളത്. ഈ 2 പാരാമീറ്റേഴ്സുകളും നമ്മൾ ഏതിലേക്ക് അസൈൻ ചെയ്തു? അതായത് ഈ ഒരു 2 നമ്മുടെ ക്ലാസ്സിനുള്ളിൽ നൽകിയിരിക്കുന്ന 2 വേരിയബിൾസിലേക്കാണ് ഇതിനെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും റോൾ നമ്പറിലേക്ക് എസ് റോളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നെയിമിലേക്ക് എസ് നെയിമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ കൺസ്ട്രക്ടർ വർക്ക് ചെയ്യും. ഓക്കെ,